വർഷത്തിൽ ഫുൾ മാർക്കോടെ ഉന്നത വിജയം കരസ്ഥമാക്കിയ കാർമൽ സ്കൂളിലെ സേറ ഫെർണാണ്ടസിനെ ട്രോഫി വാങ്ങുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശരിക്കും ടീച്ചറാ ഈ ട്രോഫിയുടെ യഥാർത്ഥ അവകാശി. സേറമോളെ, യു ആർ ബ്രില്യൻറ്റ്. നീ ഈ സ്കൂളിലെ മോഡൽ സ്റ്റുഡൻ്റ് ആണ്. അല്ല, നിങ്ങൾ 3 പേരും. റിയലി ഐ അപ്രീഷിയേറ്റ് മൈ ചിൽഡ്രൻ. ഞാൻ കുറെ കെഞ്ചി. അവസാനം അമ്മയുടെ റെക്കമെൻഡേഷനിൽ സംഗതി സെറ്റ്. പപ്പ ഒപ്പിട്ടന്നു. ഒപ്പിടാൻ പെട്ട പാട്. എന്തിനങ്ങനൊക്കെ? നിനക്ക് വട്ട. അപ്പൊ നീ ഒപ്പിടിച്ചില്ലേ ആൻസർ ഷീറ്റ്? അടിപൊളി. അപ്പൊ ടീച്ചറോട് എങ്ങനെ എസ്കേപ്പ് ആവും? അതൊന്നും ആലോചിച്ച് ശ്വേതമോള് ടെൻഷൻ അടിക്കണ്ട. കാര്യമൊക്കെ ഞാൻ സെറ്റാക്കിക്കോളാം. അപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? എനി ഡൗട്ട്സ്? ഹു ഈസ് യുവർ ക്ലാസ് ലീഡർ? താനേ സൈൻ ചെയ്യാൻ പറഞ്ഞ ആൻസർ ഷീറ്റ് കളക്ട് ചെയ്യണം. എന്നിട്ട് സ്റ്റാഫ് റൂമിൽ എൻ്റെ ടേബിളിൽ വെച്ചാൽ മതി. ഓക്കെ? ഓക്കെ ടീച്ചർ. ടീച്ചർ, എന്താ സേറ? ഞാനേ ആൻസർ ഷീറ്റ് എടുക്കാൻ മറന്നു. ഓ, അപ്പോൾ പേരൻസിനെ കാണിച്ചോ? ടീച്ചറെ ഒപ്പിടിപ്പിച്ചതാ, എടുക്കാൻ മറന്നു. ഓക്കെ, നെക്സ്റ്റ് ഡേ എന്തായാലും കാണിക്കണം കേട്ടോ. ഓക്കെ, സിറ്റ് ഡൗൺ. സ്റ്റുഡൻസ്, ഇന്ന് പ്രാക്ടിക്കൽ എല്ലാവരുടെയും കഴിയുമ്പോൾ സൈൻ ചെയ്ത റെക്കോർഡ്സ് സീൽ ചെയ്യാനായിട്ട് എൻ്റെ ടേബിളിൽ വെക്കണം. മറക്കരുത്. സേറ, ബ്രേക്ക് ടൈമിൽ സ്റ്റാഫ് റൂമിൽ വരണം കേട്ടോ. സേറ, എന്താ ഇത്? എന്ത്? എന്തിനെങ്ങനെ ചെയ്തത്? എന്ത് ചെയ്തെന്ന്? ഞാൻ എന്ത് ചെയ്തെന്നാ ടീച്ചർ പറയുന്നേ? കള്ളത്തരം കാട്ടി മാർക്ക് വാങ്ങി ജയിക്കുന്നതിനേക്കാൾ നല്ലത് തോറ്റു പഠിക്കുന്നതാ. അതെന്റെ ഇഷ്ടം. ജയിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. ടീച്ചർ ആരാ ചോദിക്കാൻ? ഓ, അവാർഡ് കിട്ടിയ പിന്നെ അബ്ദുൽ കലാമാനാ പാവം. ഒരു ടീച്ചർ വന്നേക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും നീ ടീച്ചറോട് ഇത് ശരിയായില്ല സേറ. അത് ശരിയാ പറഞ്ഞേ. നീ എന്തിനാ ടീച്ചറോട് ചൂടായേ? ടീച്ചർ എപ്പോഴും നമ്മളോട് ഒരു അമ്മയെ പോലെയല്ലേ പെരുമാറാറ്? എന്നാ പൊന്നുമോൾ അമ്മേനെ അങ്ങ് സ്നേഹിച്ചോ. അല്ലെങ്കിൽ തന്നെ ഈ അമ്മാന്ന് കേൾക്കുന്നതേ എനിക്ക് കലിയ. സേറ, നീ ചെയ്തതിന്റെ തെറ്റ്. മുഖം നന്നാവത്തിന് കണ്ണാടി ഉടച്ചിട്ട് എന്താ കാര്യം? എന്നാ പൊന്നുമോൾ അമ്മേനെ അങ്ങ് പുന്നാരിച്ചോ. അമ്മയാണത്ര അമ്മ, അല്ല അമ്മായിയമ്മ. എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു സാധനം. ഞങ്ങളൊരു മാസം കഴിയും വരാൻ. അതുവരെ പറമ്പൊന്നും നനച്ചോളൂ. പിന്നെ പോസ്റ്റ് വല്ലതും വരുന്നുണ്ടോ എന്ന് നോക്കണം. മോളൊരു ട്രെയിനിങ്ങിന് പോയിരിക്കുക ചെന്നൈയിൽ. അപ്പോൾ സെറമോൾ ഒറ്റയ്ക്കാവില്ലേ? സെറമോളുടെ പപ്പ 6 മാസം കഴിയുമ്പോൾ വരും. പക്ഷേ പോയിട്ടിപ്പോൾ 2 മാസമായിട്ടുള്ളൂ. എന്നാലേ ഞാൻ പിന്നെ വിളിക്കാം. മോള് സ്കൂൾ വിട്ടെത്തി. അമ്മാമ്മ അപ്പുറത്ത് വീട്ടിൽ വയ്യാണ്ട് കിടക്കുന്ന ചേർത്തിയാരെ കാണാൻ പോയിരിക്കുക. കാപ്പിയും വരാറും ആ മേശമേരിപ്പുണ്ട്. ട്യൂഷൻ ഉണ്ടെന്ന് മോൾക്ക്? ചേടാ, ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യേ, ലാളിച്ചാൽ വളർത്തു, വഴക്ക് പറഞ്ഞാൽ വിഷാദരവും. ഇതെവിടെ ചെന്ന് എത്തുമാവോ?
കർത്താവ് കാത്തുള്ളൂ. കരീണു വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു. എന്താ പറ്റിയേ? സ്കൂളിൽ എന്തെങ്കിലും ഉണ്ടായ? അത് പിന്നെ എന്തായി സേറ, കൂളായോ? നീ എത്ര ലക്കിയ, വീട്ടിൽ ഒരു പ്രശ്നവുമില്ല. ഇവിടെ പപ്പയുടെ ഹോസ്പിറ്റൽ കേസ് കാരണം നിന്ന് തിരിയാൻ വയ്യ. റെക്കോർഡ് സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നാളെയാ. എങ്ങനെ തീരാനാ? നീ ഇനി എന്താ ചെയ്യാ? ഞാൻ എൻ്റെ സിറ്റുവേഷൻ ടീച്ചറോട് പറയും, അല്ലാണ്ട് എന്ത് ചെയ്യാനാ? ടീച്ചർ കുറെ കേട്ടത് തന്നെ. ഏയ്, എനിക്കുറപ്പാ ടീച്ചർക്ക് എൻ്റെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാവും. നീ ടീച്ചറോടുള്ള കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു. റെക്കോർഡ് എഴുതി തീരാത്തതിന് ചിലപ്പോൾ വഴക്ക് പറഞ്ഞിരിക്കും. നമ്മൾ പഠിക്കാൻ വേണ്ടിയല്ലേ. ടീച്ചർക്ക് നമ്മളെ വഴക്ക് പറഞ്ഞിട്ട് ബിപി കൂട്ടിയിട്ട് എന്താ കാര്യം? സാലറി വാങ്ങി മിണ്ടാണ്ട് പോയാ പോരെ. ഇതിപ്പോ റെക്കോർഡ് എഴുതിയില്ല, കള്ളൊപ്പിട്ടു. അതിനെ കുറിച്ച് ചോദിച്ചപ്പോ ടീച്ചറോട് തട്ടിക്കേറുകയും ചെയ്തു. വല്ല കാര്യം ഉണ്ടായിരുന്നു? ഹലോ സേറ, നീ എന്തൊന്നും മിണ്ടാത്തേ? അയ്യേ, നീ കരയാണോ? വിട്ടുകള. നാളെ ടീച്ചറെ കണ്ട് സോറി പറഞ്ഞ സംഗതി ക്ലീൻ. സോറി പറയണം, കാരണം ടീച്ചർക്ക് നല്ല ഫീൽ ആയിട്ടുണ്ട്. അപ്പൊ നാളെ കാണാം. ഗുഡ് നൈറ്റ്. ലിസേ, എവിടേക്ക് ഓടണേ? എന്റെ ശ്വേതേ, സേറ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയിട്ടെന്നാ പറഞ്ഞേ, പക്ഷെ ഇവിടെ ഒന്നും കാണാനില്ല. ഷോ, ഇവിടെ ഭയങ്കര റിബലാണല്ലോ. ഇനി സ്കൂളിലേക്കാന്ന് പറഞ്ഞ് മറ്റെടുക്കിനും പോയിട്ടുണ്ടാവും. സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു അവൾ ഇവിടെ കണ്ടുവന്നു. എന്നാ വാ. സേറ, ഇതെന്താ സ്കൂൾ ബസ്സിനേക്കാളും നേരത്തെയാണല്ലോ. ടീച്ചറിനെ ഒറ്റയ്ക്കുണ്ട്, സോറി പറയാൻ വന്നതാ. ടീച്ചർ സ്റ്റാഫ് റൂമിൽ ഉണ്ടാവില്ലേ? ഇല്ല, ടീച്ചർ വന്നിട്ടില്ല. അതിപ്പോ കുറച്ച് ലേറ്റ് ആയിട്ടാലും വരും. നീ ടെൻഷൻ അടിക്കാതെ, വാ പോവാം. സേറ, നീ സമാധാനപ്പെട്. ടീച്ചർ ഇപ്പോ ലേറ്റ് ആയിട്ടാലും വരുമല്ലോ, ചിലപ്പോ ഉച്ച കഴിഞ്ഞ്. ടീച്ചറിനെ പറ്റി എന്ത് കരുതിയിട്ടുണ്ടാവോ? എന്ത് കരുതാൻ? ഒന്നും കരുതിയിട്ടുണ്ടാവില്ല. എല്ലാ ടീച്ചർമാർക്കും ഒരു മദർലി ഫീൽ ഉണ്ട്. അതൊക്കെ ടീച്ചർ അപ്പോഴേ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങളൊക്കെ നിങ്ങളുടെ അമ്മയെ പോലെ ടീച്ചറിനെ കാണുന്നുണ്ടാവും. എനിക്കങ്ങനെ പറ്റില്ല. എന്തിനും ചാടിക്കടിക്കുന്ന ഒരമ്മ എനിക്ക്. അമ്മയെടുത്ത് ചെയ്യിക്കാൻ ഞാനും അങ്ങനെ ശീലിച്ചു. അതിപ്പോ ഇങ്ങനെ ആയത്. ഏയ്, ടീച്ചർ മോശമായിട്ടൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല. നമുക്കെന്തായാലും പിന്നെ വന്ന് നോക്കാം. നീ എണീറ്റേ വാ. അവൾക്ക് ഇതെന്താ പറ്റിയേ? 2 ദിവസമായിട്ട് അവള് ഡൗൺ ആയിട്ടുണ്ടല്ലോ. സ്കൂളിൽ എന്തെങ്കിലും ഉണ്ടായി കാണും. മോളെ, നീ ഒന്നും കഴിക്കണില്ലേ? ടേബിളിൽ മൂടി വെച്ചിട്ടുണ്ട്, ആവശ്യമുള്ളപ്പോ കഴിച്ചോട്ടാ.
ഓ, എന്തൊരു വീടാ ഇത്. അപ്പനൊരു കൊമ്പത്ത്, അമ്മ വേറൊരു കൊമ്പത്ത്, പിന്നെ മോളുടെ കാര്യം പറയണോ? ഒന്നും മിണ്ടാതിരിക്കേ. ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ അങ്ങനെയാ. ഹലോ, എന്താ ലിസ്? ഹലോ സേറ, ഹലോ, എന്താ മിണ്ടാത്തേ സേറ? ഹലോ. മനസ്സൊന്നും മായുന്നില്ല. ഒരുപാട് തവണ സ്നേഹം കൊതിക്കുന്ന മോളുടെ മുഖം ഞാൻ കണ്ടു, അതാ വിളിച്ചത്. സോറി ടീച്ചർ, സോറി ടീച്ചർ. മോള് കഴിച്ചോ വല്ലതും? കരച്ചിൽ നിർത്തി പോയി ഭക്ഷണം കഴിച്ചേ, ചെല്ല്. ശരി എന്നാ, നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ടീച്ചർ.